നമസ്കാരം. CPM-നെ അങ്ങ് മൂക്കിൽ കയറ്റി കളയാമെന്നൊക്കെയുള്ള വിചാരമാണ് KPCC പ്രസിഡന്റ് കെ സുധാകരന്. വേണ്ടി വന്നാൽ തകർത്തു കളയുമെന്നൊക്കെ ചുമ്മാതെ അങ്ങ് വെല്ലുവിളിച്ചിരിക്കുകയാണ് പുള്ളി. CPM-ന്റെ ഓഫീസ് ഒരു രാത്രി കൊണ്ട് പൊളിക്കാൻ കോൺഗ്രസിന്റെ 10 പിള്ളേര് മതിയെന്നൊക്കെ കെ സുധാകരൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. പിണറായി വെണ്ടൂട്ടിയായിൽ കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റി ഓഫീസിന് നേരെ ഉണ്ടായ ആക്രമണമാണ് ഇവിടെ വിഷയമായത്. ഇതിന് പിന്നിൽ CPM ആണെന്ന ആരോപണം ഉയർത്തിയാണ് സുധാകരൻ ഈ വെല്ലുവിളി അത്രയും നടത്തിയിരിക്കുന്നത്. അത് ചെയ്തതാരാണെന്ന് കണ്ടെത്തിയിട്ട് പോലുമില്ല. അത് ആദ്യം കണ്ടുപിടിക്കും, അത് കഴിഞ്ഞ് ഉറപ്പിച്ച് മതി വെല്ലുവിളിയൊക്കെ. നിങ്ങൾക്കിടയിൽ തന്നെ ഒരുപാട് ശത്രുക്കളുണ്ടെന്ന് മറ്റുള്ളവർക്കറിയാം. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടല്ലോ, അത് ആദ്യം അങ്ങ് കഴിയട്ടെ, എന്നിട്ടാവാം അടിച്ചു തകർക്കലും ഉടച്ചു പാർക്കലും എല്ലാം. കോൺഗ്രസ് ഓഫീസിന്റെ അറ്റകുറ്റപ്പണികൾ കഴിയുന്ന 11:30 വരെ കോൺഗ്രസ് പ്രവർത്തകർ ഈ പറയുന്ന സ്ഥലത്തുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇവരെല്ലാം ഇറങ്ങിയ സമയം നോക്കി അക്രമികൾ വന്ന് ഇത്രയും കാട്ടിക്കൂട്ടി എന്നൊക്കെയാണ് ആരോപണം. പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് ഇത്രയും അക്രമം നടക്കുമ്പോൾ ഒരു കുഞ്ഞു പോലും അറിയില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? പരിസരവാസികൾ പോലും അറിയാതെ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ഇതിനിടെ സംശയം വരെ ഉയർന്നു കഴിഞ്ഞു. എല്ലാത്തിലും എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ ഉണ്ടല്ലോ നേതാവേ. ആദ്യം അണികളെ മാറ്റി നിർത്തി ഒന്ന് രഹസ്യമായിട്ട് ചോദിച്ചേരെ. കള്ളനിനി കപ്പലിൽ തന്നെ ആണെങ്കിൽ ചമ്മണ്ടല്ലോ വെറുതെ. പാർട്ടി ഓഫീസുകൾ തിരിച്ചു പൊളിക്കാനും കഴിയുമെന്ന് കെ സുധാകരൻ വെല്ലുവിളിക്കിടെ വിളിച്ചു പറഞ്ഞു. അക്രമത്തിന് പിന്നിൽ CPM ആണെന്ന് കോൺഗ്രസ് നേതൃത്വം ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ്. അക്രമത്തെ തങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല, എന്നാൽ നിങ്ങൾ നിർബന്ധിച്ചാൽ അതേ രീതി സ്വീകരിക്കാം. പാർട്ടി ഓഫീസുകൾ തിരിച്ചു പൊളിക്കാനും അറിയാം. CPM-ന്റെ ഓഫീസ് തകർക്കാൻ കോൺഗ്രസിന്റെ 10 പിള്ളേർ മതിയെന്നൊക്കെയാണ് വെല്ലുവിളി. സുധാകരൻ ഭീഷണിപ്പെടുത്തുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്നതൊന്നും ആദ്യമായിട്ടല്ല. നേരത്തെ ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വിമതർക്കെതിരെ കെ സുധാകരൻ നടത്തിയ പ്രസംഗം വൻ വിവാദത്തിലായിരുന്നു. കോൺഗ്രസ് പരാജയപ്പെട്ടാൽ വിമത നേതാക്കളെ പ്രദേശത്ത് ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെയായിരുന്നു കെ സുധാകരൻ അന്ന് പ്രസംഗത്തിനിടെ ഭീഷണിപ്പെടുത്തിയത്. എവിടെ നിന്നാണ് ശൂലം വരികയെന്നൊന്നും ഞാൻ പറയുന്നില്ല, എവിടെ നിന്നും വരാം. അതുകൊണ്ട് തടി വേണോ ജീവൻ വേണോ? ഈ പ്രശ്നത്തിൽ ഇടപെട്ട് ഞങ്ങളുടെ പ്രവർത്തകരെ തൊടാൻ ശ്രമിച്ചാൽ ആ പ്രശ്നത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ടെന്നൊക്കെ കണ്ണിൽ ചോരയില്ലാത്ത തരത്തിൽ പുള്ളി ഭീഷണിപ്പെടുത്തി കളഞ്ഞു. അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതും അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധമായ എത്രയോ ഭീഷണി ഈ മാന്യദേഹം മുഴക്കിയിട്ടുണ്ട്. ഈ സ്വഭാവം കാരണം കോൺഗ്രസിൽ നിന്ന് പോലും പുള്ളിക്ക് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. പുള്ളിയെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ നിൽക്കേണ്ട കോൺഗ്രസെ ചിലപ്പോൾ നിങ്ങളെയൊക്കെ തന്നെ അങ്ങ് തീർത്ത് കളയും. അതിനുള്ള പദ്ധതിയും പുള്ളി ഇട്ട് കളയും. വലിയ വീരശൂര പരാക്രമിയാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് സൂക്ഷിച്ചേരെ.